സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവരക്കണക്കിലെ മറ്റൊരു ചോദ്യമാണ്. 35 householders in a neighborhood are sorted according to their monthly income in the table below. Calculate the median income. ചുവടെയുള്ള പട്ടികയിൽ ഒരു പ്രദേശത്തെ 35 കുടുംബങ്ങളെ മാസ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. മധ്യമ വരുമാനം കണക്കാക്കുക. അപ്പോൾ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ഒരു 35 ആളുകളുടെ മന്ത്ലി ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ എഴുതിയിട്ടുള്ളത്. അതായത് 4000 മാസ വരുമാനമുള്ള 3 കുടുംബങ്ങള്, 5000 മാസ വരുമാനമുള്ള 7 കുടുംബങ്ങള്, 6000 മാസ വരുമാനമുള്ള 8 കുടുംബങ്ങള്, 7000 മാസ വരുമാനമുള്ള 5 കുടുംബങ്ങള്, 8000 മാസ വരുമാനമുള്ള 5 കുടുംബങ്ങള്, 9000 4 പേര്, 10000 3 പേര്. നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യങ്ങൾ വരെ ചെയ്തിരുന്നത് നമുക്ക് ഓരോ നമ്പറുകൾ ഇങ്ങനെ കോമട്ട് തരും. എന്നിട്ട് അതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിലെ സെന്ററിൽ വരുന്ന സംഖ്യയാണ് നമ്മൾ മധ്യമായിട്ട് അല്ലെങ്കിൽ മീഡിയൻ ആയിട്ട് എടുത്തിരുന്നത്. ഇവിടെ നമുക്ക് നമ്പറുകളായിട്ടാണ് തന്നിട്ടുള്ളത്, കോമട്ട് അല്ല തന്നിട്ടുള്ളത്. കാരണം 4000 നമ്പർ 3 പ്രാവശ്യവും 5000 നമ്പർ 7 പ്രാവശ്യം, അഥവാ 35 നമ്പർ കോമട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് നമ്പറുകൾ വരും, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ടേബിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മീഡിയം കാണാന്നുള്ളതാണ് ഇനി പറയുന്നത്. വേറെ ടേബിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ടോട്ടൽ മന്ത്ലി ഇൻകം, അവസാനം മൂന്നാമത്തെ ടേബിൾ കേട്ടോ. അതായത് മന്ത്ലി ഇൻകം, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡേഴ്സ്, കുടുംബങ്ങളുടെ എണ്ണം, പിന്നെ ടോട്ടൽ മന്ത്ലി ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം എന്ന് പറയാം. നമുക്ക് ഈ കാണുന്ന ഓരോ കുടുംബങ്ങളെ നമ്മളൊന്ന് കൂട്ടണം. ഇതിനെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, ടോട്ടൽ മന്ത്ലി ഇൻകം എന്നല്ല, നമ്മൾ ആ കുടുംബങ്ങളുടെ എണ്ണം നമ്മളൊന്ന് കാണുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ആവൃത്തി എന്ന് പറയും. അതെങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 4000 മാസ വരുമാനമുള്ള 3 കുടുംബം, പിന്നെ 5000 ഉള്ള 7 കുടുംബം, അപ്പൊ ടോട്ടൽ എത്ര കുടുംബമായി? 10 കുടുംബമായി. പിന്നെ 6000 ഉള്ളത് 8 പേര്, അപ്പൊ ടോട്ടൽ എത്രയായി? 18 ആയി. അതായത് ഇനി അതിനുശേഷം 7000 5 പേര്, അപ്പൊ 23 ആയി. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ ടേബിൾ ഒന്ന് വരച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു മന്ത്ലി ഇൻകം അല്ലെങ്കിൽ ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എണ്ണങ്ങളും ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ കോളത്തിൽ ആദ്യം ഫസ്റ്റത്തെ നമ്പർ അതേപോലെ ഇത്, ഇനി അതിലേക്ക് ഈ 7 കൂട്ടിയിട്ട് 10, 10ലേക്ക് 8 കൂട്ടിയാൽ 18, 18ലേക്ക് 5 കൂട്ടിയാൽ ഇവിടെ താഴത്തെ കേട്ടോ 5 കൂട്ടിയാൽ 23, 23ക്ക് 5 കൂട്ടിയാൽ 28, 28ക്ക് 4 കൂട്ടിയാൽ 32, 32ക്ക് 3 കൂട്ടിയാൽ 35. ഓക്കെ, തൊട്ട് ശേഷമുള്ള നമ്പറുകൾ ഇങ്ങനെ കൂട്ടി പോവുക. ആദ്യത്തെ നമ്പർ അതേപോലെ എഴുതും, 3, 7 3 10, 10 8 18, 18 5 23, 23 5 28, 28 4 32, 32 3 35. അപ്പോ ടോട്ടൽ എത്ര ഹൗസ് ഹോൾഡേഴ്സ് ഉണ്ടോ ആ എണ്ണ ആയിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുക. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു 35 കുടുംബങ്ങളാണെന്നുള്ളത്. നമ്മൾ ടോട്ടൽ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 35 കിട്ടി. ഇനി നമുക്ക് മീഡിയം കാണാം. 35 എന്ന് പറഞ്ഞാൽ ഒറ്റസംഖ്യയാണ്. ഒറ്റസംഖ്യ വന്നു കഴിഞ്ഞാൽ എത്രാമത്തെ സ്ഥാനത്ത് ആളാ വരിക? അതിലേക്ക് 1 കൂട്ടുക, 35ലേക്ക് 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി, അപ്പൊ 35ക്ക് 1 കൂട്ടിയാല് 36, അതിന്റെ പകുതി 18 വരും. 18ാമത്തെ ആളാണ് ഇവിടുത്തെ മീഡിയൻ അല്ലെങ്കിൽ മധ്യം എന്ന് വരുന്നത്. ഇനി അതെങ്ങനെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 3 വീട് വരെ 4000 ആണ്. അതായത് 4000 4000 4000 നമ്മൾ ചെറുതുനിന്ന് വലുതൊക്കെ എഴുതണല്ലോ. പിന്നെ അടുത്ത 7 വീട് 7 നമ്പർ 5000 ആണ്. അപ്പൊ മൊത്തം എത്രയായി? 10 ആയി. അങ്ങനെയാണ് ഈ നമ്പറുകൾ നമുക്ക് വരിക. അപ്പോ 3 വരെ 4000, 4 മുതൽ 10 നമ്പർ വരെ 5000 ആണ്. പിന്നെ 11 മുതൽ 18 വരെയുള്ള നമ്പർ എത്രയാണ്? 6000 ആണ്. എത്രയാണ്? 6000 ആണ്. 11 മുതൽ 18 വരെയുള്ള നമ്പർ 6000 ആണ്. നമുക്ക് എത്രാമത്തെ നമ്പറാ വേണ്ടേ? 18ാമത്തെ നമ്പറാണ് വേണ്ടേ. 18ാമത്തെ നമ്പർ എത്രയാണ്? 6000. അപ്പൊ ഇവിടുത്തെ മീഡിയൻ എത്രയാണ്? 6000. ഓക്കെ.